നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയിൽ രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കുറ്റത്തെ നിസ്സാരമായി കാണാനാകില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി വിലയിരുത്തിയത്. CJM കോടതി ജാമ്യം നിഷേധിച്ചത് ഇക്കാരണം പറഞ്ഞുകൊണ്ടാണ്. രാഹുൽ ഈശ്വർ സ്വയം കുഴിതോണ്ടി എന്ന നിഗമനമാണ് ഈ ജാമ്യം നിഷേധിച്ച നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ മുതൽ തന്നെ രാഹുൽ ഈശ്വർ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുകയായിരുന്നു എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയാം, രാഹുൽ ഈശ്വറിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് പെരുമാറാറുള്ളത്. അത് ശബ്ദം ഉയർത്തി അലറി വിളിച്ച് എല്ലാവരുടെയും ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റി അങ്ങനെയാണ് രാഹുൽ ഈശ്വർ പൊതുവെ ഒരു കാര്യത്തോട് സംസാരിക്കാറുള്ളത്. അതാണ് രാഹുൽ വലിയ വിനയായി മാറിയതെന്നാണ് പലരും പറയുന്നത്. ഇനി എത്ര തന്നെ വിനയായി മാറിയാലും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാഹുൽ പറയുന്നത് ഞാൻ ഇങ്ങനെയാണ്, എന്നെ മാറ്റാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് എത്തിയപ്പോൾ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ലാപ്ടോപ്പ് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതേ വീഡിയോ തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഈ വീഡിയോ പ്രതി തെളിവും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് ഉണ്ടായത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്നെ താൻ കുറ്റം ചെയ്തില്ലെന്ന് ആവർത്തിച്ചിരുന്നു. ഇതേ വാദം തന്നെ കോടതിയിൽ വെച്ച് രാഹുൽ വാദിച്ചുകൊണ്ടേയിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കവേ സ്വന്തം അഭിഭാഷകൻ ഉണ്ടായിട്ടും വക്കീലിനെ പറയാൻ സമ്മതിക്കാതെ ശബ്ദം ഉയർത്തി കോടതിയിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു രാഹുൽ ഈശ്വർ. താൻ നിരപരാധിയാണെന്നും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നുമായിരുന്നു രാഹുൽ കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. ജഡ്ജി ഒരു ഘട്ടത്തിൽ രാഹുലിനോട് ക്ഷുഭിതനാവുകയും ഉണ്ടായി എന്നും പറയുന്നു. അപമാനിക്കുക, ഇരയെ മോശക്കാരാക്കുക തുടങ്ങിയ സൈബർ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം BNS 75(3) വകുപ്പ് കൂടി ചേർത്തിരുന്നു. ഇത് ജാമ്യമില്ലാ വകുപ്പായിരുന്നു. ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നായിരുന്നു കുറ്റം. ഇത്തരം പരാമർശം നടത്തിയോ എന്ന കോടതി പരിശോധന നടത്തി. രാഹുൽ കുറ്റം ചെയ്തതിന് തെളിവുണ്ടെന്നും കണ്ടെത്തി. ഇത് കൂടാതെ കോടതിയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന വിധത്തിൽ പരാമർശങ്ങളും രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും വീഡിയോ ചെയ്യുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇതെല്ലാം രാഹുൽ കുറ്റം ആവർത്തിക്കാനുള്ള പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി. കോടതിയിൽ സ്വന്തം അഭിഭാഷകൻ ഉണ്ടായിരിക്കവേ സിനിമ സ്റ്റൈലിൽ വാദം നടത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതെല്ലാം ഫലത്തിൽ രാഹുലിന് തിരിച്ചടിയായി മാറി. പരാതി നൽകിയ പെൺകുട്ടിയുടെ വ്യക്തി വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നും കോടതി ഉത്തരവിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കി. കോടതി മുറിക്കകത്തും രാഹുൽ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും നിലവിളിക്കുകയും ചെയ്തു. നിലവിൽ കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. പ്രതി പുറത്തിറങ്ങിയാൽ ഇനിയും സമാനമായ കുറ്റം നടത്താൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ജാമ്യം തള്ളിയതോടെ രാഹുൽ ഈശ്വറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എന്നാൽ തന്റെ അറസ്റ്റ് നിയമപരമല്ലെന്നും അറസ്റ്റിന് ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് എന്നുമായിരുന്നു രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിജീവിതയ്ക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യതയുണ്ട്. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് രാഹുലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിന്നടക്കമുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. പ്രതി നിരന്തരം ഈ രീതിയിൽ കുറ്റം ആവർത്തിക്കുന്നതാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരെ 2 കേസുകൾ നിലവിലുണ്ട്. എറണാകുളത്തും 2 കേസുകൾ നിലവിലുണ്ട്. മറ്റ് ജില്ലകളിൽ മാറി മാറി താമസിച്ച പ്രതി ഒളിവിൽ പോകാനും സാധ്യതയുണ്ട്. പ്രതി കുറ്റം ചെയ്യുന്നതിനായി മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് സാവകാശം ആവശ്യമുണ്ട്. അതിജീവിതയുടെ ഫോട്ടോ ഉപയോഗിച്ച് തുടർന്നും ഈ കേസിന് സമാനമായ രീതിയിൽ കുറ്റം ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. റിമാൻഡിലായ രാഹുൽ ജയിലിൽ ഭക്ഷണം കഴിക്കാതെ സമരം തുടരുകയാണ്. ഭക്ഷണം വേണ്ടെന്ന് ജയിൽ അധികൃതരെ അറിയിച്ചു. ഇന്നലെ വെള്ളം മാത്രമാണ് കുടിച്ചത്. ഇന്നലെ റിമാൻഡ് ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇത് കള്ളക്കേസാണ്, ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരുന്നു.